ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത് ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലി ചികിത്സയെക്കുറിച്ചാണ്. ലൈംഗിക പ്രശ്നങ്ങൾക്കെന്നല്ല, ഒരു രോഗത്തിനും ഒരു ഒറ്റമൂലി ചികിത്സ പ്രായോഗികമല്ല. ഇത് വെറുതെ മനുഷ്യനെ കബളിപ്പിക്കുവാൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. എന്താണ് ഈ ഒറ്റമൂലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഒരൊറ്റ ഗുളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔഷധമോ മാത്രം നൽകിയാൽ ആ പ്രശ്നം ഉടനടി അങ്ങ് പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത്. ഇത് തെറ്റായ ധാരണയാണെന്ന് ഞാൻ പറയുന്നതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ വ്യക്തമാക്കാം. പനിക്ക് ഒറ്റമൂലിയാണോ പാരസെറ്റമോൾ? പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും. പക്ഷേ ആ പനിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താതെ പാരസെറ്റമോൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരോഗ്യം തകരാറിലാകുമെന്നും മറ്റ് അസുഖങ്ങൾ ഗുരുതരമാകുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാതെ ഏതെങ്കിലും ഒരു ഔഷധം അല്ലെങ്കിൽ ഒരു ഗുളിക അല്ലെങ്കിൽ ഒരു മെത്തേഡ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചികിത്സയല്ല, ദോഷമാണ് ചെയ്യുന്നത്. ഇനി യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെയായി കണ്ടമാനം ഒറ്റമൂലി ചികിത്സകൾ ലൈംഗിക ചികിത്സയെക്കുറിച്ച് പ്രചരിപ്പിക്കാറുണ്ട്. ഇതൊക്കെ യൂട്യൂബിൻ്റെ റേറ്റിംഗ് കൂട്ടാനും സർക്കുലേഷൻ കൂട്ടാനും ഉപയോഗിക്കുമെന്നുള്ളത് അവർക്ക് കൂടി അറിയാവുന്ന കാര്യമാണ്. അല്ലാതെ ഇതുകൊണ്ടൊരു പ്രയോജനവും ലഭിക്കുകയില്ല എന്നുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. മുട്ടയുടെ വെള്ള എടുക്കുക, അതിൽ ഇഞ്ചി ചതച്ച് അരച്ചിടുക, കരിഞ്ജീരകവും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് കിടക്കാൻ നേരത്ത് 5 ദിവസം ഇത് കഴിച്ചാൽ മതി. നഷ്ടപ്പെട്ട ലൈംഗിക ശേഷിക്കുറവ് വീണ്ടെടുക്കാമെന്ന് ഒരു വീഡിയോ കാണുകയുണ്ടായി. എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? ഇതിൽ ഏതെങ്കിലും രോഗികൾക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നതായിട്ട് പറയാൻ കഴിയുമോ? ഒരിക്കലും വരില്ല. എന്നിരുന്നാലും ഈ ഒറ്റമൂലി എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ആവേശമാണ്. അതൊന്ന് കഴിച്ച് നോക്കിക്കളയാം, കുഴപ്പമൊന്നുമില്ല എന്നോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ വേണ്ട രീതിയിലുള്ള യഥാർത്ഥ ചികിത്സ നൽകുന്നതിന് ഒരു വിമുഖത ഉണ്ടാക്കുന്നതിൽ ഈ സംഗതി ഉപകാരപ്പെടാറുണ്ട്. അതാണ് ഇതിൻ്റെ ദോഷവും. ഇനി രസകരമായ ഒരു കാര്യം, ആട് എന്ന ഒരു സിനിമയിൽ, അത് വളരെ ഒരു കോമഡി ഫിലിമാണ്. ആട് എന്ന സിനിമയിൽ ഒരു ഒറ്റമൂലി ചികിത്സയെക്കുറിച്ച് പറയുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ നിന്നും മറ്റും വരുന്ന ഏതോ ട്രെയിനിൽ ആളുകൾ 2 പേര് വരുന്നു. അവർ അതിലെ നായകന് നടുവേദനയുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒറ്റമൂലിയുമായി എത്തുകയാണ്. അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒറ്റമൂലി കൈമാറുന്നു. അതിന് പകരം വേറെന്തോ അച്ചോ എന്തോ ആണ് കൈമാറുന്നത്. ഇത് വെച്ചിട്ട് ഈ ചികിത്സിച്ചാൽ മാറുമോ എന്നുള്ളതാണ് അവർ അതിനകത്ത് സംശയം പ്രകടിപ്പിക്കുന്നത്. അത് ചൂടാക്കി വെക്കണോ എന്നുള്ളതോ മറ്റോ എന്ന് പറഞ്ഞാൽ ഒറ്റമൂലി ചികിത്സ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന ഒന്നാണെന്നുള്ളതാണ് തെറ്റിദ്ധരിക്കുന്നത്. ഇനി നമുക്ക് ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് വരാം. എന്താണ് ലൈംഗിക ശേഷിക്കുറവിൻ്റെ യഥാർത്ഥ കാരണം? ആ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അനുസരിച്ചല്ലാതെ അതിനൊരു ചികിത്സയും ചെയ്തുകൊണ്ട് ഒരു ഗുണവും കിട്ടുകയില്ല. ഒറ്റമൂലി കൊണ്ട് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും പ്രയോജനം ലഭിച്ചതായിട്ടുള്ള വ്യക്തികളെ. ഒന്ന്, രക്തക്കൊള്ളുകൾ ബ്ലോക്ക് ആവുന്നു. അതിന് രക്തക്കൊള്ളുകൾ തുറക്കാനുള്ള മരുന്ന് നൽകണം. പിന്നെ ഞരമ്പുകൾക്ക് ക്ഷീണമേൽക്കുന്നു അഥവാ ക്ഷീണമുണ്ടാകുന്നു. അതിന് ഞരമ്പുകൾക്ക് പൂർവ്വസ്ഥിതി പുനഃസ്ഥാപിക്കുവാനുള്ള മരുന്നുകൾ നൽകണം. ഹോർമോണുകൾ വ്യതിയാനമുണ്ടാകുന്നു. അത് കുറയുകയോ കൂടുകയോ ചെയ്താൽ ഹോർമോൺ ചികിത്സ നൽകണം. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ആഹാര രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, വ്യായാമം ചെയ്യാവുന്നതാണ്. അതെ. ഇനി അടുത്തത്, ലിംഗത്തിനകത്തുള്ള കോർപ്പസ് കാവേർനസം, അതിനകത്ത് എന്തെങ്കിലും തകരാറ് വരുന്നു, ക്ഷതമേൽക്കുന്നു. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ചികിത്സ നൽകണം. ഗ്രന്ഥികൾക്ക് തകരാറുണ്ടാകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന് എന്താണ് കാരണമെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ചികിത്സ നൽകണം. ഇതൊന്നും വേണ്ട, എനിക്കൊരു ഗുളിക ഇങ്ങ് തന്നാൽ മതി. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ഒറ്റമൂലിയാണ് ലൈംഗിക ശേഷിക്കുറവുള്ള ചികിത്സ, വയാഗ്ര പോലെയുള്ള ഗുളികകൾ വാങ്ങിക്കഴിക്കുന്നു. സത്യത്തിൽ വയാഗ്ര കഴിക്കുന്നതോടുകൂടി അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ട് മാറപ്പെടാറുണ്ട്. ഒരു 95% വ്യക്തികൾക്കും ഈ വയാഗ്ര കഴിക്കുന്നതുകൊണ്ട് ആ സമയത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മളൊന്ന് ആലോചിക്കണം,
ഒരു 2 മാസമോ 3 മാസമോ കഴിയുമ്പോൾ ഇതിൻ്റെ ഡോസ് കൂട്ടേണ്ടതായി വരുന്നു. അതെന്തുകൊണ്ടാണ്? യഥാർത്ഥ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്നില്ല. അങ്ങനെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ ഉണ്ടാവും. ഈ വയാഗ്രോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായി ഇത് കഴിച്ചു പോകുന്നു. അതിൻ്റെ ഡോസ് ഒരു ഗുളികയ്ക്ക് പകരം 1.5 ആവുന്നു, 2 ആവുന്നു, 3 ആവുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടം വരെ എത്തും? യഥാർത്ഥ കാരണം ചിലപ്പോൾ അദ്ദേഹത്തിന് അമിതമായിട്ടുള്ള വണ്ണമുള്ളതാകാം, അതുവഴി രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടായതാകാം, പ്രമേഹം ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രഷറിൻ്റെ പ്രശ്നങ്ങളാകാം, സ്ട്രോക്ക് വന്നതാകാം. ഇത്തരം കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ ഒരു ഒറ്റമൂലി എന്ന ലെവലിൽ വയാഗ്ര ഗുളിക കഴിക്കുന്നത് പരമ മണ്ടത്തരമാണ്. ഈ മണ്ടത്തരം വഴിക്ക് ശരീരം തകർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചില ഒറ്റമൂലി ചികിത്സ പോലെ പലപ്പോഴും പലര് വാട്സപ്പ് വഴിക്ക് ചോദിക്കുക, സാർ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരണം, എനിക്ക് 2 മാസമായിട്ട് ഭാര്യയുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ലിംഗത്തിനൊരു മാറ്റവുമില്ലാത്ത തളർന്ന് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ചികിത്സയ്ക്ക് വരണമെന്ന് നമ്മൾ നിർദ്ദേശിക്കുക, അതിനിപ്പോൾ ചികിത്സയ്ക്ക് വരാൻ സൗകര്യപ്പെടുകയില്ല, കുറച്ച് തിരക്കുകളുണ്ട്, സാറ് ടിപ്സ് പറഞ്ഞു കൊടുക്കണമെന്ന്. ഇതിനൊക്കെ എന്ത് ടിപ്സാണ് പറയാനുള്ളത്? ശരിക്കും അതായത് രക്തക്കുഴലുകൾ ബ്ലോക്കായതാണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്തൊക്കെ പ്രശ്നങ്ങളാണോ അതിനുള്ള പരിഹാരം കണ്ടെത്തണം. അതിനുള്ള ടിപ്സ് ഏതെങ്കിലും ഒരു ഗുളിക വാങ്ങി കഴിച്ചുള്ളൂ എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത്തരം ടിപ്സ് അതിനൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എല്ലാ കാര്യങ്ങൾക്കും ടിപ്സ് ഇല്ല. പിന്നെ ചികിത്സയ്ക്ക് പല വഴികളുണ്ട്. ആ വഴികൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുവാൻ കാറ് മാർഗം വരാം, ബസ് മാർഗം വരാം, അല്ലെങ്കിൽ വേറെ വിമാനമേതായാലും സർവീസ് ഇല്ല, പിന്നെ നടന്നു വേണമെങ്കിൽ വരാം, ഓട്ടോറിക്ഷയ്ക്ക് വരാം. അപ്പോൾ ഇതിൽ ഏതാണ് അഭികാമ്യം എന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തിക്കും ഏത് സമയത്താണ് കോഴിക്കോട്ട് എത്തേണ്ടത് അതിനെ ആശ്രയിച്ചിരിക്കും. അല്ലെങ്കിൽ അതിന് എന്തുദ്ദേശത്തിലാണ് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ ലൈംഗിക രോഗ ചികിത്സയിൽ അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവിൻ്റെ കാര്യത്തിൽ ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്നത് പോലെ എന്തെല്ലാം രീതികളാണ് ഉപയോഗിക്കേണ്ടത് ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പെട്ടെന്ന് ലൈംഗിക ശേഷി പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ, പ്രശ്നം തീർക്കേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ നൽകണം. സമയമെടുത്ത് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് പരിഹാരമുണ്ടായാൽ മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയുണ്ട്. അപ്പോൾ ചികിത്സ പല രൂപത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിനൊരു ഒറ്റമൂല്യം ഉണ്ടെന്നുള്ളതല്ല. ഒറ്റമൂലി എന്ന് പറയുന്നത് ഈ ഉദ്ദേശിക്കുന്നത് വയാഗ്ര ആണെങ്കിൽ അത് പരമ മണ്ടത്തരമാണ്, ചെയ്യരുത്. അങ്ങനെ വാങ്ങിക്കഴിച്ച് ശരീരത്തിന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇനി രോഗത്തിൻ്റെ അവസ്ഥ പ്രമേഹമുള്ളവർക്ക് പ്രമേഹവും നിയന്ത്രിക്കണം, ലൈംഗിക ശേഷിക്കുറവുള്ള ചികിത്സയും നൽകണം. ഹാർട്ട് അറ്റാക്ക് ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള ചികിത്സ നൽകാതെ ഒരു വയാഗ്ര മാത്രം നൽകിയതുകൊണ്ട് എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഹാർട്ട് അറ്റാക്ക് മൂർച്ഛിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ക്യാൻസർ ഉണ്ടെങ്കിൽ, ഇതിനെല്ലാം ഓരോ രീതിയിലുള്ള പ്രത്യേകം ചികിത്സകളാണ് ആവശ്യം. ആ ചികിത്സകൾ നൽകിയാൽ മാത്രമേ ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കുവാൻ കഴിയുള്ളൂ. അതല്ല ഇതിനൊരു ഒറ്റമൂലി ചികിത്സ ഇല്ല. പിന്നെ ചില നാടൻ പൊടിക്കൈകൾ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടും കരിഞ്ജീരകം, എള്ള്, ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഉലുവ, ഇതൊക്കെ ഞാനും ഉലുവ കഴിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടാറുണ്ട്. അത് ഇത്തരം രോഗികളോട് ആവശ്യപ്പെടാറുണ്ട്. അതിൻ്റെ അർത്ഥം ഉലുവയാണ് അതിൻ്റെ പരിഹാര മാർഗം എന്നുള്ളതല്ല. ഉലുവ ആ കൂട്ടത്തിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. എല്ലാ ഘടകങ്ങളും ആ കൂട്ടത്തിൽ ഗുണം ചെയ്യും. പക്ഷേ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിനുള്ള ചികിത്സ നൽകാതെ ഒറ്റമൂലി എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയിൽ കാണിക്കും ഒറ്റമൂൽ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. ഈ ധാരണ തന്നെ ആദ്യം മാറ്റണം. എല്ലാ രോഗത്തിനും അതിൻ്റേതായ ഒരു കാരണമുണ്ട്. ആ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കണം. അത് ലൈംഗിക ശേഷിക്കുറവാവട്ടെ, ഹൃദ്രോഗമാവട്ടെ, പ്രഷറാവട്ടെ, പ്രമേഹമാവട്ടെ, ഇനി മറ്റെന്തെങ്കിലും അസുഖങ്ങളാവട്ടെ, അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കാത്തിടത്തോളം കാലം അസുഖം മൂർച്ഛിച്ച് മറ്റു ഗുരുതരാവസ്ഥകളിലേക്ക് പോകും. ഒറ്റമൂലികളുടെ പിന്നാലെ പോവുകയല്ല വേണ്ടത്. ഇനി ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. നിങ്ങൾ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക ശേഷിക്കുറവിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം സൗജന്യമായി അയച്ചു നൽകുന്നതാണ്. നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നന്ദി, നമസ്കാരം.